നമസ്കാരം. ഇന്ന് വിശ്വസ്തനായ സേവകൻ എന്നൊരു കുട്ടിക്കഥയാണ് വായിക്കുന്നത്. നീതിമാനായ രാജാവ് ഭരിച്ചിരുന്ന ഒരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്തിൻ്റെ സമൃദ്ധി നാൾക്ക് നാൾ വളർന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഒരു യുവാവ് മുഖം കാണിക്കാൻ വന്നു. മഹാരാജൻ, ഞാൻ അടുത്ത രാജ്യത്തെ രാജകുമാരനാണ്. നിർഭാഗ്യവശാൽ എനിക്ക് രാജ്യവും കുടുംബവും എല്ലാം നഷ്ടമായി. ഇനിയുള്ള കാലം ഞാൻ അങ്ങയെ സേവിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. യുവാവ് പറഞ്ഞു. നിനക്ക് എന്ത് ജോലി ചെയ്യാനാണ് കഴിയുക? രാജാവ് ചോദിച്ചു. ഞാൻ അങ്ങയുടെ അംഗരക്ഷകനായി പ്രവർത്തിക്കാം, യുവാവ് പറഞ്ഞു. അതിന് നിനക്ക് എത്ര പ്രതിഫലം വേണം? ദിവസം 500 സ്വർണ്ണ നാണയം. അത് കേട്ട് രാജാവ് അമ്പരന്നു. പറ്റില്ല, ഇത്രയും ശമ്പളം തരാൻ പറ്റില്ല. രാജാവ് അയാളെ മടക്കി അയച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന മന്ത്രി രാജാവിനോട് അഭിപ്രായപ്പെട്ടു. ഈ യുവാവിനെ കുറച്ചുനാൾ നമ്മോടൊപ്പം നിർത്തി നിരീക്ഷിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെയെങ്കിൽ അയാളെ വിളിക്കൂ, രാജാവ് കൽപ്പിച്ചു. രാജാവ് യുവാവിനെ വിളിച്ച് കൊട്ടാരത്തിൽ ജോലി നൽകി. വൈകുന്നേരം പറഞ്ഞതുപോലെ 500 സ്വർണ്ണ നാണയങ്ങൾ ശമ്പളമായി നൽകുകയും ചെയ്തു. അതിനുശേഷം രാജാവ് ചാരന്മാരെ വിളിച്ച് നിർദ്ദേശം നൽകി. അയാൾ ഈ 500 നാണയങ്ങൾ കൊണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കൂ. അയാൾ ഈ നാണയം എടുത്തു പോയി. രാത്രി തന്നെ രാജാവിന് വിവരം കിട്ടി. അങ്ങനെ ആ യുവാവ് ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് തൻ്റെ കൊച്ചു കുടുംബത്തോടൊപ്പം നഗരത്തിൽ താമസം തുടങ്ങി. പകുതി പണവും ആത്മീയ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തി. കുറേ പണം നിർധനരായ പാവപ്പെട്ടവർക്ക് നൽകി. കുടുംബം നോക്കാൻ അയാളുടെ കയ്യിൽ കുറച്ച് നാണയങ്ങളെ ശേഷിച്ചുള്ളൂ. ചാരൻ അറിയിച്ചു. രാജാവിന് യുവാവിനോട് മതിപ്പ് തോന്നി. അദ്ദേഹം പിറ്റേന്ന് തന്നെ അയാളെ തൻ്റെ പ്രധാന അംഗരക്ഷകനായി വെച്ചു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം രാത്രി യുവാവ് രാജകവാടത്തിനടുത്ത് കാവൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ രാജാവ് ഒരു തേങ്ങിക്കരച്ചിൽ കേട്ടു. യുവാവിനോട് ആരാണ് കരയുന്നതെന്ന് നോക്കാൻ കൽപ്പിച്ചു. യുവാവ് പോയതും രാജാവ് പിറകെ ചെന്ന് യുവാവ് അറിഞ്ഞിരുന്നില്ല. യുവാവ് കവാടത്തിന് പുറത്ത് കരഞ്ഞുകൊണ്ടിരുന്ന സ്ത്രീയെ കണ്ടു. എന്തിനാണ് കരയുന്നത്? അയാൾ യുവാവ് ചോദിച്ചു. ഞാൻ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ ലക്ഷ്മിയാണ്. കുറേ കാലമായി ഞാൻ ഈ കൊട്ടാരത്തിൽ വാഴുകയാണ്. പക്ഷേ ഞാനിപ്പോൾ ഇവിടുന്ന് പുറത്തു പോകാൻ നിർബന്ധിതയായിരിക്കുന്നു. പോകാനാണെങ്കിൽ എനിക്ക് തീരെ താല്പര്യവുമില്ല, മഹാലക്ഷ്മി പറഞ്ഞു. അയ്യോ, ദേവി അവിടുന്ന് കൊട്ടാരത്തിൽ നിന്ന് പോയാൽ എൻ്റെ രാജാവ് ദരിദ്രനാകും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരൂ, യുവാവ് പറഞ്ഞു. താങ്കളുടെ മകനെ സർവമംഗളദേവിക്ക് ബലി നൽകുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഈ കൊട്ടാരം വിട്ടുപോവുകയില്ല. രാജാവ് പറഞ്ഞത് ദേവി അപ്രത്യക്ഷതയായി. യുവാവ് വീട്ടിൽ നിന്ന് ഭാര്യയെയും 10 വയസ്സുകാരൻ്റെ മകനെയും അരികിലേക്ക് വിളിച്ചു. അവരോട് നടന്ന കാര്യങ്ങളെല്ലാം അറിയിച്ചു. തൻ്റെ യജമാനനെ എനിക്ക് രക്ഷിക്കണം. എന്താണ് ചെയ്യുക? അഭിപ്രായം യുവാവ് ചോദിച്ചു. യജമാനെ സംരക്ഷിക്കേണ്ടത് അങ്ങയുടെ കടമയാണ്. അച്ഛൻ്റെ